സംസ്ഥാനത്ത് സഹകരണ സംഘങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ കള്ളപ്പണ ഇടപാടെന്ന് ആവർത്തിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 18 സഹകരണ സംഘങ്ങളിൽ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട്. ഒരു ഈടിന്മേൽ ഒന്നിലധികം വായ്പ നൽകുന്നു. വായ്പക്കാരുടെ അറിവില്ലാതെയാണ് വായ്പകൾ അനുവദിക്കുന്നതെന്നും ഇ ഡി. ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീകാന്ത്, വീണ്ടും ഈ സഹകരണ സംഘങ്ങളെ, ഗ്രാമീണ മേഖലയെ ഏറ്റവും അധികം അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്ന സഹകരണ സംഘങ്ങളെ സംശയനിഴലിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു നടപടികളാണല്ലോ ഇപ്പോൾ ഇ ഡി വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. സോ ഇത്തരത്തിലുള്ള അന്വേഷണം ഇനി എങ്ങനെയാണ് പോകുന്നത്? ഏത് തരത്തിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇ ഡിയുടെ ഈ ഒരു പരാമർശം? കൃഷിന് സംസ്ഥാന സഹകരണ സംഘങ്ങൾ കേന്ദ്രീകരിച്ച് വൻതോതിൽ കള്ളപ്പണ ഇടപാട് നടക്കുന്നുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ വി നായർ മുഖേനയാണ് ഇ ഡി ഇപ്പോൾ ഈ സത്യവാങ്മൂലം നൽകിയിട്ടുള്ളത്. പത്തനംതിട്ട മൈലപ്ര സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരികെ ലഭിച്ചില്ലെന്ന് കാണിച്ച് നിക്ഷേപകർ സമർപ്പിച്ച ഹർജിയിലാണ് സത്യവാങ്മൂലമുള്ളത്. നിലവിൽ 18 സഹകരണ സംഘങ്ങളിൽ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട്. ഈ അന്വേഷണങ്ങളിൽ ECIR രജിസ്റ്റർ ചെയ്തെന്നും ഇ ഡി പറയുന്നു. ഒരു ഈടിന്മേൽ ഒന്നിലധികം വായ്പ നൽകുകയും തിരിച്ചടവ് മുടങ്ങിയവർക്കെതിരെ നടപടിയെടുക്കാതിരിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇ ഡി ആരോപിക്കുന്നത്. സഹകരണ സംഘങ്ങളുടെ പരിധിക്കപ്പുറത്തേക്ക് വരെ ഈ വായ്പകൾ നൽകുന്നു എന്നുള്ള കാര്യവും സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. സ്വത്ത് പിടിച്ചെടുക്കലും കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യലും ഉൾപ്പെടെ നടക്കുന്നുണ്ടെന്നും ഇ ഡി വ്യക്തമാക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്രീകാന്ത്.